ഓക്കെ, അപ്പോൾ ഞാൻ ഒരു പുതിയ ഫയൽ എടുക്കുകയാണ്. ഈ ഒരു ഫയലിൽ ഞാൻ ആ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് നമുക്കൊരു ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുന്നു. റെക്റ്റാങ്കിൾ ടൂള് ഇവിടെ വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് സ്വല്പം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അകത്ത് സ്ട്രോക്കിൻ്റെ ആവശ്യം നമുക്കില്ല തൽക്കാലം, ഫില്ല് മാത്രം മതി. ഫില്ലിൻ്റെ അകത്ത് നമ്മൾ ഗ്രേഡിയൻറ്റ് കൊടുക്കാം. ഏതെങ്കിലും ഒരു കളർ വയ്ക്കുക. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഒരു കളർ ഉള്ളത് ആ ഒരു കളർ ഞാനിപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഗ്രേഡിയൻറ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ആയിരുന്നാലും മതി, കുഴപ്പമില്ല. അപ്പോൾ കളർ എടുക്കണമെന്നില്ല, വെറുതെ ഗ്രേഡിയൻറ്റ് എടുത്തിട്ട് വെറുതെ ഡബിൾ ക്ലിക്ക് ചെയ്താലും അപ്ലൈ ആവും. അതിനുശേഷം നിങ്ങൾ കളറിനെ എന്ത് ചെയ്യുക, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ബ്ലൂ കളർ എടുക്കുക ഇവിടെ നിന്ന്. ഓക്കെ, ഒരു ബ്ലൂ എടുത്തു. വീണ്ടും ഇവിടെ ഒരു കളർ ആഡ് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ഇതിപ്പം ഏറ്റവും ഇൻറ്റൻസിറ്റി കൂടിയതാണ് അല്ലേ, സ്വല്പം കൂടെ ഇത് രണ്ടും സെയിം ആണോ നോക്കാം. ഓക്കെ, അതിനുശേഷം വീണ്ടും ഒരു ബ്ലൂവിൻ്റെ വേറൊരു ഡെപ്തുള്ളൊരു കളർ എടുത്തിട്ട്, ഓക്കെ, അതുമായിട്ട് വലിയൊരു മാച്ച് ഇല്ല. അപ്പോൾ ഈ ഒരു ബ്ലൂ തന്നെ ഇവിടെ ഇടാം. ഓക്കെ, അപ്പോൾ സ്വല്പം ഒരു വൈറ്റും കൂടെ കിടപ്പുണ്ട് അല്ലേ, ആ ഒരു വൈറ്റ് കളറും കൂടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ വൈറ്റ് കളറിൻ്റെ ഒപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം കുറയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് ഒപ്പാസിറ്റി ഉള്ള ഒരു ഇതാണ്. ഓക്കെ, ഞാനിതിന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എനിക്ക് റേഡിയലാക്കാം. റേഡിയലിന് എങ്ങനെയുണ്ട് ഫീൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ 40 ആ ഒരു ഇത് കൂടുതലാണ്. അപ്പോൾ നമുക്ക് തന്നെ സെലക്ട് ചെയ്തിട്ട് ഞാനതിനെ വേണ്ട, അതിനെക്കാട്ടിയും നമുക്ക് ലീനിയർ തന്നെയാണ് ബെറ്റർ എന്ന് തോന്നുന്നു. തിരിച്ച് വന്നിട്ട് നമുക്ക് ലീനിയർ ആക്കാം. ഓക്കെ, ഇതിനെ സ്വല്പം മൂവ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കൊന്ന് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ വലിയ പ്രശ്നമില്ലാത്തൊരു ഗ്രേഡിയൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എഡ്ജിൽ ഞാൻ സ്വല്പം ഒപ്പാസിറ്റി കുറച്ചു. ഇവിടെ അത്യാവശ്യം എന്താണ് ഈ ഒരു എഡ്ജിൽ ഒപ്പാസിറ്റി കൂട്ടി. അപ്പോൾ ഇങ്ങനെ ആ ഒരു ലൈൻ ഷെയ്ഡ് മോഡലാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അത് അറിയാൻ പറ്റും. ഇതാ ഓക്കെ മതി. ഇപ്പോൾ ഗ്രേഡിയൻറ്റിലോട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനെ അങ്ങ് ലോക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് പുതിയ ലെയർ എടുക്കുന്നു. പുതിയ ലെയറിൻ്റെ അകത്ത് ഞാനൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കുണ്ടായ ഒരു പ്രശ്നമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് ഇത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലെൻഡ് ആവാതെ പകുതി വെച്ചിട്ട് സ്റ്റോപ്പായിപ്പോയി. ഓക്കെ, ആ ബ്ലെൻഡ് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ്ലി കൊണ്ടുവരാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ 2-3 സ്റ്റെപ്പ് നമ്മൾ കൂടുതൽ ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്താക്കുക, ഇതിനെ ഞാൻ ഫില്ല് നണ്ണാക്കി, സ്ട്രോക്ക് ഒരു ബ്ലാക്ക് കളർ കൊടുത്തു. 1 or 3 ആക്കിയാലും കുഴപ്പമില്ല, ഇവിടെ 3 ആക്കി. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു പാർട്ടിക്കുലർ സംഭവത്തിന് നിങ്ങൾക്ക് വയർ ഫ്രെയിമിൽ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ Ctrl+Y ആണ്. Ctrl+Y അടിച്ചാൽ എന്തായിട്ട് കാണും, ഇതൊരു വയർ ഫ്രെയിമായിട്ട് കാണും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സ്ട്രോക്കിൻ്റെ വാല്യൂ 1 ആക്കി. എന്നിട്ട് ഞാൻ എൻ്റെ Ctrl+Y അടിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഇതിലായിരിക്കും കാണുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ, ഡി എന്ന് പറയുന്നത് ഫില്ലല്ല ഞാൻ കൊടുത്തിരിക്കുന്നത്. ഡി എന്ന് പറയുന്നത് എന്താ ഞാൻ കൊടുത്തിരിക്കുന്നത്, സ്ട്രോക്കാണ്. പക്ഷേ നമ്മളിപ്പോൾ Ctrl+Y അടിച്ചിട്ട് വയർ ഫ്രെയിം മോഡിൽ വന്നപ്പോഴും അകത്ത് നമ്മൾ ഫില്ലാണ് കാണുന്നത്, സ്ട്രോക്ക് അല്ല കാണുന്നത്. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി മാറ്റിയിട്ടില്ല. സോ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ഔട്ട്ലൈൻ. എന്നാൽ മാത്രമേ നമ്മൾ Ctrl+Y അടിക്കുമ്പോൾ അതൊരു ഔട്ട്ലൈനായിട്ട് മാറുള്ളൂ. അപ്പോൾ പ്രോപ്പർട്ടി മാറുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് ഔട്ട്ലൈനിലോട്ട് കൺവേർട്ട് ചെയ്ത ഒബ്ജക്റ്റ് മാറുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഔട്ട്ലൈൻ മാത്രം മതി. നമുക്കിവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ എന്ത് പ്രോപ്പർട്ടി ആണോ അതേ പ്രോപ്പർട്ടി തന്നെ നമുക്ക് ഇവിടെയും കിട്ടും. ഇവിടെ ഞാൻ കുറച്ചും കൂടെ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടിയ 3 ആക്കി. എനിക്ക് വേണ്ടത് പറഞ്ഞാൽ ഇതിനെ 2 ആയിട്ട് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് Ctrl+Y നിന്ന് നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വയർ ഫ്രെയിം മോഡാകുമ്പോൾ. ഞാൻ ഇതിനെ മൂവ് ചെയ്തിവിടെ വെച്ചിട്ട് എനിക്ക് ഈ അകത്തുള്ളതിനെ അങ്ങ് എടുത്ത് കളയണം. ഫസ്റ്റ് പ്രോസസ് റൈറ്റ് ക്ലിക്ക് അൺഗ്രൂപ്പ്, അതിനുശേഷം പുറത്ത് ക്ലിക്ക് ചെയ്യുക, അകത്ത് ക്ലിക്ക് ചെയ്ത് നോക്കാം. എന്നിട്ടും എന്താണ്, അത് കട്ടായില്ല അല്ലേ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിലീസ് കോമ്പണൻറ്റ് പാത്ത്, പുറത്ത് ക്ലിക്ക് ചെയ്യുക, അകത്ത് ഒരു വട്ടം കൊണ്ട് ക്ലിക്ക് ചെയ്യുക. മാറിയോ? ഇപ്പോൾ 2 ഒബ്ജക്റ്റ് ആയല്ലോ. ഞാൻ അതിനങ്ങ് ഡിലീറ്റ് ചെയ്തു. ഓക്കെ,
എന്നിട്ട് വീണ്ടും ഞാൻ കൺട്രോൾ വൈ അടിച്ച് തിരിച്ചു വന്നു കഴിയുമ്പോൾ അകത്ത് ആ ഒരു ഒബ്ജക്റ്റ് ഉണ്ടോ? ഇപ്പോൾ ഇല്ലല്ലോ, ആ ഒബ്ജക്റ്റ് റിമൂവ് ആയിപ്പോയി. ഇനി നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇനി നമ്മൾ ബ്ലെൻഡ് ചെയ്താൽ, ഞാൻ വീണ്ടും ബ്ലെൻഡ് ചെയ്യണം. ഇവിടെ നിന്ന് ഒരു എലിപ്സ് ടൂൾ എടുത്ത് വരച്ചു. എലിപ്സ് ടൂളിൻ്റെ അകത്ത് നമുക്ക് ഒരു കളർ കൊടുക്കാം. ഞാൻ അതിൻ്റെ സ്ട്രോക്കിനെ റിമൂവ് ചെയ്യാം. ഫില്ല് മാത്രം മതി. നിങ്ങൾക്ക് ഗ്രേഡിയൻറ്റ് കൊടുക്കണമെങ്കിൽ ഗ്രേഡിയൻറ്റ് കൊടുക്കാം. ഏത് ടൈപ്പ് ഓഫ് ഗ്രേഡിയൻ്റ് ആണ് ആ ഒരു ഗ്രേഡിയൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ഓക്കെ, മൂവ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇതേ ഗ്രേഡിയൻ്റ് ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ആയിരിക്കുന്നത് കണ്ടോ, ഇതേ സെയിം ഗ്രേഡിയൻ്റാണ് അറ്റാച്ച് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റിയിട്ട് വേറെ ഗ്രേഡിയൻറ്റ് കൊടുക്കുക. അപ്പം ഞാൻ തൽക്കാലം ഇത് റിമൂവ് ചെയ്തു. ഇവിടെ വൈറ്റ് തന്നെ ഇട്ട് കൊടുക്കാം. ഓക്കെ, സ്വല്പം മൂവ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഒരു വൈറ്റ് ഇടാം. ഓക്കെ, അല്ലെങ്കിൽ 2 കളർ മാത്രം മതിയും തീരുമാനിക്കുക. ഒന്നിൽ ഒരു ഇതും ബാക്കിയെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ്, സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ്, ദെൻ ഡിലീറ്റ്, മൂവ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ട്രാൻസ്പാരൻസി അല്ല ഒപ്പാസിറ്റി 100 ആക്കുക. ഓക്കെ, ഇത് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഓക്കെ ഇതിൻ്റെ അകത്തൊരു 100 കൂടെ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രേഡിയൻ്റ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് സിമിലർ കളറായിപ്പോയി അല്ലേ, രണ്ടും സെയിം കളറായിപ്പോയി. കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളറിലേക്ക് ഇതിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ഇതാണെങ്കിൽ ഈ ഒരു കളർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ബ്ലെൻഡ് ചെയ്യേണ്ട ഒബ്ജക്റ്റ്. ഓക്കെ, ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് കൺട്രോൾ സി കൺട്രോൾ വി മൂവ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് രണ്ടും കൂടെ ഞാൻ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡിൻ്റെ അകത്ത് മേക്ക് ബ്ലെൻഡ് കൊടുത്തു. ഓക്കെ, അപ്പോൾ മേക്ക് ബ്ലെൻഡിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. വീണ്ടും നമ്മൾ ബ്ലെൻഡിൽ പോവേണ്ട ആവശ്യമില്ല. ഈ ബ്ലെൻഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് സ്മൂത്ത് കളറാണ്. ഇവിടെ പ്രിവ്യൂ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇവിടെ അറിയാൻ പറ്റും. സ്മൂത്ത് കളർ. അടുത്തത് എന്താണ്, സ്പെസിഫൈഡ് സ്റ്റെപ്സ്. അതിൻ്റെ അകത്ത് പ്രിവ്യൂ അടിച്ച് അറിയാൻ പറ്റും. ഇപ്പം 3 ഉള്ളൂ. ഞാനൊരു 25 കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ അടിച്ചാൽ കണ്ടോ 25 എണ്ണം വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഇപ്പം നമുക്ക് 0.0556 ഇഞ്ചാണ്. ഓക്കെ, ഞാൻ 1 ആണെങ്കിൽ 1 കൊടുത്തിട്ട് ഒന്ന് പ്രിവ്യൂ അടിച്ച് നോക്കുക. കണ്ടോ, അപ്പോൾ ഡിസ്റ്റൻസ് മാറി. അപ്പോൾ നമുക്ക് കുറച്ച് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെ പോയാലും കുഴപ്പമില്ല. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് വീണ്ടും എടുക്കുക. മനസ്സിലായോ? 0.002 വീണ്ടും പ്രിവ്യൂ അടിച്ച് നോക്കുക. ഓക്കെ, നമുക്കത് ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. ഒന്നും കൂടെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, വീണ്ടും 0.005 പ്രിവ്യൂ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം നമുക്കിവിടെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസും ഉണ്ട്, സ്റ്റെപ്പും ഉണ്ട്. സ്റ്റെപ്പിന് വേറെ ആയിരിക്കും, ഡിസ്റ്റൻസിന് വേറെ ആയിരിക്കും. സ്റ്റെപ്പിന് ഞാനൊരു 25 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിവ്യൂവിൽ വേറെ മാറ്റമായിരിക്കും വരുന്നത്. ഡിസ്റ്റൻസ് വേറെ, ഇത് വേറെ. ഓക്കെ, അപ്പോൾ ഞാൻ ഓക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെടുത്തിട്ട് ഇതിലോട്ട് എന്ത് ചെയ്ത് കൊടുത്തു, ഒബ്ജക്റ്റ് ബ്ലെൻഡ് റീപ്ലേസ് പ്ലെയിൻ. കണ്ടോ, അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കിട്ടിയില്ല. അതിനൊരു കാരണമുണ്ട്. കിട്ടാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരൊറ്റ ഒബ്ജക്റ്റ് ആണ്, അതുകൊണ്ടാണ് അത് കിട്ടാത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇതിനെ അങ്ങ് ബ്രേക്ക് ചെയ്യുക. ഏതാണ്, ഈ 2 ഏരിയയും കട്ട് ചെയ്തിട്ട് ഇതിനെ അങ്ങ് ബ്രേക്ക് ചെയ്യുക. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. അപ്പോഴും അത് 2 ഒബ്ജക്റ്റ് അല്ലേ, 2 ഒബ്ജക്റ്റ് ആയതുകൊണ്ട് അത് കറങ്ങി വരില്ല. അതെങ്ങനെ സോൾവ് ചെയ്യാതാണ് നമ്മൾ നോക്കുന്നത്. ഇത് തൽക്കാലം ഇങ്ങനെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം, മൊത്തത്തിൽ തിരിച്ചു പോവാം, പിന്നെ നമുക്കത് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കുക എന്നതാണ്. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിസർ ടൂൾ ഉണ്ട്, സിസർ ടൂൾ. ഓക്കെ, സിസർ ടൂൾ വെച്ചിട്ട് ഞാൻ കൺട്രോൾ വൈ അടിക്കുക. കൺട്രോൾ വൈ അടിക്കുമ്പോൾ ഏതിൽ കയറും, ഔട്ട്ലൈനിൽ കയറും, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, വയർ ഫ്രെയിമിൽ കയറും. എന്നിട്ട് ഞാൻ ഇതിനെ നല്ലവണ്ണം സൂം ചെയ്ത് വെച്ചതിന് ശേഷം നൈഫ് ടൂൾ വെച്ചിട്ട് കുറച്ചും കൂടെ സൂം ചെയ്യാം. ഇത് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ 2 ഒബ്ജക്റ്റായി കഴിഞ്ഞു ഓട്ടോമാറ്റിക്കായിട്ട്. ഒറ്റ ക്ലിക്കിൽ തന്നെ 2 ഒബ്ജക്റ്റായി. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നോക്കുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും കൺട്രോൾ വൈ അടിച്ചിട്ട് ഇവിടെ പോയി നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു സ്പ്ലിറ്റ് അപ്പ് ഉണ്ട്. പക്ഷേ കറക്റ്റ് സ്പ്ലിറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യുക, ചിലപ്പോൾ ഇത് ഗ്രൂപ്പായിട്ട് കിടക്കുകയായിരിക്കും. റൈറ്റ് ക്ലിക്ക് എന്ത് ചെയ്യുക, ഗ്രൂപ്പല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഐസൊലേറ്റ് സെലക്റ്റഡ് പാത്ത് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ജസ്റ്റ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, മേക്ക് കോമ്പോണൻറ്റ് പാത്ത്.
അതിൽ മൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തിരിച്ചിറങ്ങിയിട്ട് നമുക്കതൊന്നും കൂടെ കട്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്ത് ഇങ്ങനെ വെച്ചു. ഇവിടെ വന്നു, ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്തു. ഏതാ ടൂൾ, ഏതാ സിസർ ടൂൾ എടുക്കുന്നു, ഒരു കട്ട്. ഓക്കെ, ആ ഒരു കട്ടിൽ ആക്ച്വലി ഇത് രണ്ടും രണ്ട് സെപ്പറേറ്റ് പീസസ് ആവണം. അപ്പോൾ മേക്ക് കോമ്പോണൻറ്റ് പാത്ത് ഉണ്ട്, ഐസൊലേറ്റ് പാത്ത് ഉണ്ട്. അപ്പോൾ ഐസൊലേറ്റ് പാത്തിലും ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഇത് കട്ടായി കഴിഞ്ഞു. ഇത് ഇനി ഒരു പരിപാടിയുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ രണ്ടിനെയും കൂടെ സെലക്ട് ചെയ്തിട്ട്, കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടെണ്ണം ആയി കഴിഞ്ഞല്ലോ, നമുക്ക് Ctrl+J അടിച്ചു നോക്കാം. ഇപ്പം എന്ത് പറ്റി, മെർജ് ആയോ? അപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് മെർജ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഏതാ? Ctrl+J. ഞാൻ മനസ്സിലായ സംഭവം, അതായത് ഞാൻ രണ്ടായിട്ട് ബ്രേക്ക് ചെയ്ത സംഭവത്തിന് ഞാൻ ഒരുമിപ്പിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഒറ്റ ഒബ്ജക്റ്റായിട്ട് മാറി. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു, രണ്ട് ഒബ്ജക്റ്റ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ Ctrl+Y അടിച്ചാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഒറ്റ ഒബ്ജക്റ്റ് ആയിരുന്നു. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ബ്രേക്കായി. ഡബിൾ ക്ലിക്ക് ചെയ്താൽ അറിയാൻ പറ്റും. അല്ലെ നമുക്കത് ഈ ടൂൾ എടുക്കാം, ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ. കേട്ടോ, ബ്രേക്കായി. പിടികിട്ടിയാ? ഈ ടൂള് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ തിരിച്ച് Ctrl+Y അടിച്ചാൽ അവിടെ കാണാൻ പറ്റും. മനസ്സിലായി ബ്രേക്കായിരുന്നു? അത് തിരിച്ചിറങ്ങി നോക്കി അറിയാൻ പറ്റും ഇത് ബ്രേക്ക് ആയിട്ടുണ്ടെന്ന്. Ctrl+Y കണ്ടോ, അതായത് ബ്രേക്കായെന്ന് കാണാൻ പറ്റും. ഞാനൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് രണ്ടും കൂടെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ മൊത്തത്തിലങ്ങ് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, Ctrl+J. കണ്ടോ, ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ നീക്കി വെച്ച് കൊടുത്തില്ല. അപ്പോൾ എന്തായി, അവിടെ ഒരു ലൈന് ഓട്ടോമാറ്റിക്കായിട്ട് അത് ജനറേറ്റ് ചെയ്ത്. അതിനെക്കാട്ടി നല്ലത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഇതിനെ പിടിച്ച് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. മനസ്സിലായ? അതായത് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് ഇതിനെ നമ്മൾ ഇതിൻ്റെ അടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, Ctrl+J അടിക്കുക. അതിന് മുന്നേ സെലക്ഷൻ വേണം, എല്ലാം പ്രോപ്പർ സെലക്റ്റഡ് ആയിരിക്കണം. സെലക്ട് ചെയ്യുക, Ctrl+J അടിക്കുക. ഇപ്പോൾ കണ്ട മെർജ് ചെയ്ത് കണ്ട. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് Ctrl+J. പക്ഷേ നിങ്ങൾ കറക്റ്റ് അതുമായിട്ട് എന്താണ്, ഒരു പോയിന്റും അടുത്ത പോയിന്റും തമ്മിൽ കറക്റ്റായിട്ട് ഇരിക്കണം. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് മെർജ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ഷേപ്പ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരും, ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ക്രിയേറ്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെടുത്തു, മൂവ് ചെയ്ത് ഇവിടെ വെച്ചു. അതിനുശേഷം ഇതും കൂടെ സെലക്ട് ചെയ്തു. നേരത്തെ സെയിം പ്രോസസ്സ്, ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡിൻ്റെ അകത്ത് മേക്ക്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുകയാണ്. എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡിസ്റ്റൻസും സ്റ്റെപ്പും നമുക്കിപ്പോൾ ഒരു 50 കൊടുക്കാം. ഓക്കെ, അത് ഏത് രീതിയിലാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത് ആ രീതിയിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. കണ്ടോ, ഓറിയൻറ്റേഷൻ അലൈൻ ടു പേജ് ആണോ, അല്ലാതെ ഡിസ്റ്റൻസ് ആണെങ്കിൽ സ്റ്റെപ്പ് ആണെങ്കിൽ നമുക്ക് അലൈൻ ചെയ്യാം. സ്മൂത്ത് കളർ ആകുമ്പോൾ കളർ നമുക്ക് സ്മൂത്ത് ചെയ്യാം. ഇപ്പോൾ ഓക്കെ കൊടുത്തിട്ട് ഞാൻ വേണമെങ്കിൽ ഇതിന് ജസ്റ്റ് ഒന്നും ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഡബിൾ ക്ലിക്ക് ചെയ്ത് അകത്ത് കയറിയിട്ട് വേണമെങ്കിൽ അതിന് ആ ഒരു ലൈനിനനുസൃതമായിട്ട് നമുക്ക് മൂവ് ചെയ്ത് വെച്ച് കൊടുക്കാം, തിരിച്ചിറങ്ങാം. ഓക്കെ, വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. സ്പെസിഫൈ സ്റ്റെപ്സ് ഞാനൊരു 100 കൊടുത്തു. ജസ്റ്റ് പ്രിവ്യൂ അടിച്ച് നോക്കുക. ഓക്കെ, വലിയ പ്രശ്നമില്ലല്ലോ, മതി. ഇനി ഇതും സെലക്ട് ചെയ്യുക, ഇതും സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്താണ്, ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡിൻ്റെ അകത്ത് റീപ്ലേസ് സ്പൈൻ. ഇപ്പോൾ കറങ്ങി വന്നോ, മനസ്സിലായോ? ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് സോൾവ് ചെയ്യാം, വേറെ വിഷയം ഒന്നുമില്ല. ഓക്കെ, ഇനി ഞാനിത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. Ctrl+C Ctrl+V, ഇതിൻ്റെ ഒരു കോപ്പി എടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് വരച്ചാലും ഈ പെയിൻറ്റ് ബ്രഷ് ടൂൾ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണേ, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് വരയ്ക്കാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇതിനെയും കൂടെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് ഇതിനെന്ത് ചെയ്യാം, റീപ്ലേസ് സ്പൈൻ. കണ്ട, മനസ്സിലായ സംഭവം പിടിയിട്ട് എന്താണെന്ന്. അപ്പം അതുമായിട്ട് അപ്പോൾ നമ്മൾ എന്ത് കർവ് വരച്ചാലും നമുക്ക് സ്പ്ലൈനിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഈ ഡി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ വരച്ചാലും പെൻ ടൂളിട്ട് വരച്ചാലും ഇതേ പ്രോസസ്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ എടുക്കുന്നു. ഇതിനെ ഞാൻ നല്ലവണ്ണം ചെറുതായി കൊടുക്കുക, ഈ ഒരു എഡ്ജ് മാത്രം.
ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ബ്ലെൻഡിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്യാം, വീണ്ടും ബ്ലെൻഡിൽ പോവാം, 100 എന്നുള്ളത് 200 ആക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോഴത്തേക്ക് അത്രയും ക്വാളിറ്റി അവിടെ കൂടും കേട്ടോ. നമ്പർ ഓഫ് സ്റ്റെപ്സ് കൂടുമ്പം അത്രയും ക്വാളിറ്റി അതിന് കൂടും കേട്ടോ. അതേപോലെ വീണ്ടും ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് ഇതിനെ ട്വീക്ക് ചെയ്യാം. എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ട്വീക്ക് ചെയ്യാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അകത്ത് കയറിയാലും കുഴപ്പമില്ല, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അകത്ത് കയറിയാലും നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് ട്വീക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ വെച്ചിട്ട് നമുക്കൊരു ഒരു എലിപ്സ് ടൂളും കൂടെ വരയ്ക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോപ്പി എടുത്താലും കുഴപ്പമില്ല. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് Ctrl+C അടിക്കുക, തിരിച്ചിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഇവിടെ വെച്ചിട്ട് ഞാൻ Ctrl+V അടിച്ച ഒരു കോപ്പി എടുത്തു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് പോയിട്ടൊരു സ്റ്റാർ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഒന്ന് കറക്കാം, ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തു. ഇനി ഇതും കൂടെ സെലക്ട് ചെയ്തു, ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡിൻ്റെ അകത്ത് മേക്ക് ബ്ലെൻഡ്. ഓക്കെ, ഇങ്ങനെ വന്നു. ഇനി എന്ത് ചെയ്യുക, ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സ്പെസിഫൈഡ് സ്റ്റെപ്സ് ഞാനൊരു 50 കൊടുത്തിട്ട് നോക്കാം. നമുക്ക് ആദ്യം ട്രൈ ചെയ്ത് നോക്കാം, പ്രിവ്യൂ ചെയ്ത് നോക്കാം. 50 ഓക്കെ ആണോ? കുഴപ്പമില്ല അല്ലേ? ഒരു 75 കൊടുത്ത് നോക്കാം. ഓക്കെ എടുക്കുക. 75 എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. എന്നിട്ട് നമുക്ക് ഇതിനെ പിടിച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അകത്ത് കയറുക, നല്ലവണ്ണം ചെറുതാക്കുക. ഓക്കെ, എനിക്ക് ഇതുമായിട്ടൊന്ന് ജസ്റ്റ് ഒരു ബ്ലെൻഡ് വരണം, ആ ഒരു രീതിയിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് സ്വല്പം കൂടെ ഒന്ന് കുറയ്ക്കേണ്ടി വരും. സെലക്ട് ചെയ്യുക, നല്ലവണ്ണം കുറയ്ക്കുക. കണ്ടോ? കുറച്ചിട്ട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും ഒന്നും കൂടെ ഞാൻ സൂം ചെയ്തു, സെലക്ട് ചെയ്തു, നല്ലോണം കുറച്ചു, പുറത്തിറങ്ങി. ഇതിന് ഞാൻ ഇതിലോട്ട് അറ്റാച്ച് ചെയ്തു. നിങ്ങൾക്ക് ഇത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറയ്ക്കാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇതും നല്ലോണം കുറയ്ക്കാം. മൂവ് ചെയ്തിട്ട് നമ്മൾ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം. ഇനി ഞാൻ തിരിച്ചു വന്നു, തിരിച്ചിറങ്ങിയിട്ട് ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ ഗ്രൂപ്പാക്കി കൊടുക്കാം. ഈ ഒബ്ജക്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഗ്രൂപ്പാക്കി കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വരച്ചതിന് പകരം ഇതിൻ്റെ ആ ഒരു സ്ഥാനത്ത് നമ്മൾ ഈ ഒരു ഇതിട്ടാലും മതിയായിരുന്നു ഫസ്റ്റ് തന്നെ. ഇപ്പോൾ തൽക്കാലത്ത് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ തൽക്കാലം രണ്ട് ഗ്രൂപ്പായിരുന്നാലും കുഴപ്പമില്ല. മൂവ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തു. ഓക്കെ, തൽക്കാലം ഇങ്ങനെ ഇരുന്നോട്ടെ. ഇതിനെ എങ്ങനെ വേണമെങ്കിലും കറക്കാം, മൂവ് ചെയ്യാം, ട്വീക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോയിന്റ്സ് ഉണ്ടല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ പെൻ ടൂൾ വെച്ചിട്ട് ആഡ് ആങ്കർ പോയിന്റ് വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏത് ടൂളുണ്ട്, നമ്മുടെ ആങ്കർ പോയിന്റ് ടൂൾ വെച്ചിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യാം വേണമെങ്കിൽ. ഇത് ഒരുപാട് തൊടാതിരിക്കുന്നത് നല്ലത്, കാരണം ആ ഒരു മെയിൻ പോയിന്റ് പോകും. ജസ്റ്റ് സെലക്ട് ചെയ്യുക. കണ്ടോ, ഇത് മാത്രമാണെങ്കിൽ അത്രയും ഇഷ്യൂ വരില്ല. ഇതിലും നമുക്ക് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ, ഇനി മെയിൻ സംഭവത്തിലോട്ട് വരികയാണ്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഞാനൊരു എഫക്റ്റ് കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് അതിന് വേണ്ടിയിട്ട് ഈ എഫക്റ്റിൻ്റെ അകത്ത് ഡിസ്ട്രോട്ട് ആൻഡ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് റഫൺ ക്ലിക്ക് ചെയ്യുക. സൈസ് സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുക. ഡീറ്റെയിൽസ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടുക. കണ്ടോ, സ്മൂത്ത് ആണെങ്കിൽ സ്മൂത്ത് ആക്കുക, കോർണർ ആണെങ്കിൽ കോർണർ ആക്കുക. അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതനുസരിച്ച്. അബ്സല്യൂട്ട് ആണെങ്കിൽ കറക്റ്റ് അത് തന്നെ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഇത്രയാക്കി. ഡീറ്റെയിൽ സൂക്ഷിച്ച് കൊടുക്കണം, സിസ്റ്റം ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ ഈ ഒരു എഫക്റ്റ് ഇതിന് വന്നു അല്ലേ? ഇതേ എഫക്റ്റ് തന്നെ എനിക്ക് ഇതിന് വരണം. ഇതിന് ഞാൻ ഗ്രൂപ്പ് ആക്കിയ Ctrl+G ഫോർ ഗ്രൂപ്പ്. ഇതും മാത്രം. ഇതും സെലക്ട് ചെയ്യുക, Ctrl+G ഫോർ ഗ്രൂപ്പ്. ഓക്കെ, എനിക്ക് ഇതേ എഫക്റ്റ് ഇതിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ F7 അടിക്കുക. അപ്പോൾ എന്ത് വരും, ലെയർ വരും. കണ്ടോ,
ലെയർ ഓപ്പൺ ചെയ്യുക. ഇതാണ് നമ്മൾ ഡിക്ക് കൊടുത്തിരിക്കുന്ന എഫക്റ്റ് അല്ലേ. എനിക്ക് കറക്റ്റ് എക്സാക്റ്റ് എഫക്റ്റ് എനിക്ക് ഈ ഒരു വാലിനും കൊടുക്കണം ആണെന്നുണ്ടെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്നിട്ട് ഡ്രോപ്പ് ചെയ്യുക. വന്നോ? ഇതാണ് ഏറ്റവും എളുപ്പമാർഗം. അല്ലെങ്കിൽ നമുക്ക് വെറുതെ നമ്മളെ റാം നഷ്ടമായിക്കൊണ്ടേയിരിക്കും. പിടികിട്ടിയോ? ഒന്നുകൂടെ പറയാം. ഇവിടുന്ന് ഓൾട്ട് ഹോൾഡ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഇവിടുന്ന് കൈയെടുക്കുക. ഓക്കെ, ആ ഒരു എഫക്റ്റ് എനിക്ക് വന്നിട്ടുണ്ട്. ഞാനപ്പം ഇതിനെ എടുത്തിട്ട് ഇതിൻ്റെ പുറകിലിട്ട് കൊടുക്കാം. സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, അറേഞ്ച്, സെൻഡ് ടു ബാക്ക്. ഓക്കെ, മൂവ് ചെയ്യുക. നമുക്ക് ഏത് പൊസിഷനിലാണ് ആ ഒരു പൊസിഷനിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടെ നമുക്കൊന്ന് സെറ്റ് ആക്കണം, എന്നാലേ ആ ഒരു ബ്രൈറ്റ്നെസ് വരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടാം. ഇവിടെ സെലക്ട് ചെയ്യുക, ഈ വൈറ്റിൻ്റെ ഒക്കെ ഒപ്പാസിറ്റി ഒന്ന് കൂട്ടാം. അല്ലെങ്കിൽ വൈറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, നമുക്ക് കംപ്ലീറ്റ്ലി വളരെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള വേറൊരു കളർ മാത്രം ഇട്ട് കൊടുക്കാം. ബ്ലൂവിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ടിൻറ്റോ ഓക്കെ, ഈ ഒരു ടിൻറ്റ് ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം ഒറ്റ ഒബ്ജക്റ്റ് അല്ലേ, ഇതിനെ ഞാനങ്ങ് ലോക്ക് ചെയ്തു. ഇതിനെ സെലക്ട് ചെയ്യുക, ഇതും സെലക്ട് ചെയ്യുക, Ctrl+G ഫോർ ഗ്രൂപ്പ്. എന്ത് ചെയ്യാം? ഇതിനെ എനിക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യാം. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് സ്വല്പം കൂടെ വലുതാക്കാം. ഇനി എന്ത് ചെയ്യാം? ഈ എഫക്റ്റിൻ്റെ അകത്ത് ഏത് കൊടുക്കാം? എഫക്ട്സിൻ്റെ അകത്ത് നമുക്കൊരു ഷാഡോ കൊടുക്കാം, ഒരു ഡ്രോപ്പ് ഷാഡോ കൊടുക്കാം, എന്നാൽ മാത്രമേ ആ ഒരു ഫീൽ വരികയുള്ളൂ. സ്റ്റൈലേഴ്സിൻ്റെ അകത്ത് ഡ്രോപ്പ് ഷാഡോ. ഓക്കെ, അപ്പോൾ ആ ഒരു ഡ്രോപ്പ് ഷാഡോ വന്ന് നിങ്ങൾക്ക് എത്രത്തോളം ഒപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വേണം അത്രത്തോളം ഒപ്പാസിറ്റിയും കാര്യങ്ങളും എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, മതി. എനിക്ക് ഈ ഡ്രോപ്പ് ഷാഡോ ഇനഫാണ്. ഒരു ഗ്രൗണ്ട് ഷാഡോയും കൂടെ കൊടുക്കാം താഴെ. ഓക്കെ, ഒരു ചെറിയൊരു ഗ്രൗണ്ട് ഷാഡോ കൂടെ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എന്തെടുക്കാം? ഒരു ഷേപ്പ് ടൂൾ എടുക്കാം. എലിപ്സ് ടൂൾ എടുത്തിട്ട് ഡ്രാഗ് ചെയ്യാം. ഈ പ്രാവശ്യം നമുക്ക് ബ്ലാക്കിലൊന്ന് തന്നെ കൊടുത്ത് നോക്കാം. ബ്ലാക്ക് എടുക്കുന്നു, പിന്നെ ഡ്രാഗ് ചെയ്ത് ഇവിടെ വയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് എഫക്ട്സിൻ്റെ അകത്ത് സ്റ്റൈലേഴ്സിൻ്റെ അകത്ത് ഫെദർ കൊടുത്ത് നോക്കാം. ഫെദർ സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്ത് നോക്കാം. അത്ര പ്രശ്നമില്ലല്ലോ അല്ലേ? സ്വല്പം ഒന്ന് ഡ്രാഗ് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, അറേഞ്ച്, സെൻഡ് ടു ബാക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഷാഡോയും ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഒന്നും കൂടെ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റിൻ്റെ തന്നെ വീണ്ടും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എഫക്ട്സിൻ്റെ അകത്ത് എന്ത് കൊടുക്കാം? ബ്ലറിൻ്റെ അകത്ത് ഗോസിയൻ ബ്ലർ കൊടുത്താൽ കുറച്ചും കൂടെ ആ ഒരു ഏരിയക്കകത്ത് സ്വല്പം കൂടെ ഒരു ബ്ലറും കൂടെ കിട്ടും. ഇതാ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലാക്ക് മാറിയിട്ട് സ്വല്പം ഒരു ബ്ലറും കൂടെ കിട്ടും. ഓക്കെ, ഞാൻ ടാബ് അടിച്ചു, എഫ് അടിച്ചു, മൂവ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഇതാണ് നമ്മൾ ഔട്ട്പുട്ട്. മനസ്സിലായി? വരയ്ക്കുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക? ഇതിനെ വരച്ചെടുക്കുക. ഞാൻ എൻ്റെ ആ ഒരു ഷെയ്ഡും കാര്യങ്ങളും ഇങ്ങനെയാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഇത് വരയ്ക്കുക. അതേപോലെ ഷാഡോ നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ആ ഒരു പെർസ്പെക്റ്റീവ് രീതിയിൽ ഷാഡോ നിർത്താൻ ശ്രമിക്കുക. ഷാഡോ മാത്രം ആ ഒരു പെർസ്പെക്റ്റീവ് രീതിയിൽ നിർത്താൻ നോക്കുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, മൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഇൻറ്റൻസിറ്റി കൂട്ടിയാൽ മതിയാവും. അവിടെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്ന ആ ഒരു ഫീൽ അവിടെ വരണം. അല്ലാന്നുണ്ടെങ്കിൽ എഫ് അടിച്ചിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിൽ മാത്രം വിൻഡോയ്ക്കകത്ത് ഒപ്പാസിറ്റി ഉണ്ടല്ലോ, ഒപ്പാസിറ്റി അത് സ്വല്പം കുറച്ച് കൊടുക്കുക. കണ്ടോ?
ഇനി നോക്കിയേ, ഈ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് എന്താണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് വരച്ചപ്പോൾ മൊത്തത്തിൽ കറങ്ങി വന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഒബ്ജക്റ്റിനെ രണ്ടായിട്ട് കട്ട് ചെയ്തു. രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിനെ മെർജ് ചെയ്തു. എങ്ങനെ മെർജ് ചെയ്യും? കൺട്രോൾ ജി ജെ, കൺട്രോൾ ജി ഫോർ ഗ്രൂപ്പ്, കൺട്രോൾ ജെ വെച്ചിട്ട് നമ്മൾ അതിനെ മെർജ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? പക്ഷേ മെർജ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു കാര്യം ചെയ്യണം. ഔട്ട്ലൈൻ എങ്ങനെ എടുക്കാം? കൺട്രോൾ വൈ. കണ്ട, ആക്ച്വലി ഇതാണ്, ഇങ്ങനെയാണ് ഇരിക്കുന്ന സംഭവം. ഇങ്ങനെ ഔട്ട്ലൈനിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പം നോക്കിയേ, വീണ്ടും കൺട്രോൾ വൈ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് തിരിച്ചു വരും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാനൊരു എക്സ്ട്രാ സംഭവം വെച്ച് കൊടുത്തു. ഈ ഒരു ഇത് വെച്ച് കൊടുത്തു. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യാം. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം, ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് പൊസിഷനിലാണ് ആ ഒരു പൊസിഷനിലേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ ഇതിനെ റീ എഡിറ്റ് ചെയ്യാമല്ലോ. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. കണ്ടോ, മൂവ് ചെയ്തിട്ട് ഏത് പൊസിഷനിലാണെന്ന് പറഞ്ഞാൽ ആ പൊസിഷനിലോട്ട് വെച്ച് കൊടുക്കുക. അതേപോലെ ഈ കർവ് എഡിറ്റ് ചെയ്യാമല്ലോ നമുക്ക്. ടാബും എഫ് അടിച്ചാൽ നമുക്ക് ഈ കർവിനെ എഡിറ്റ് ചെയ്യാം. കർവ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാ, ആഡ് ആങ്കർ പോയിന്റ് വെച്ചിട്ട് നമുക്ക് പോയിന്റ്, ഓൾറെഡി പോയിന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആങ്കർ പോയിന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഒരു പ്രോപ്പറായിട്ടുള്ള സംഭവം അതിന് അനുസൃതമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കുക. തിരിച്ചിറങ്ങി ഒരു വട്ടം കൊണ്ട് തിരിച്ചിറങ്ങി ഇതിനെ പിടിച്ച് ബാക്കിൽ വെച്ച് കൊടുക്കുക.